നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സംഭവ കഥയാണ് പറയുന്നത്. ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്ന ഇതെല്ലാം ഞാൻ നേരിട്ട് പോയി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന, എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനത് പരിഹരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ പ്രേതങ്ങളെക്കുറിച്ച് അറിയാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യവും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും അത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ മനുഷ്യ ജീവിതത്തിലേക്ക് വരുന്ന ശത്രുദോഷങ്ങൾ, അതുപോലെ തന്നെ കൂടപത്രമെന്നോ കൈവിഷം എന്നൊക്കെ പറയുന്നത്, അതൊന്നും നമുക്ക് ഇല്ല എന്നൊന്നും പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം അത് അനുഭവിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥയും അവർക്ക് വരുന്ന വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് വിശ്വസിച്ചേ പറ്റൂ. ഈ കാണാത്തവർക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് ഇതുപോലുള്ള ഈ ഇല്ല എന്നൊക്കെ പറയുന്നത്. ഇല്ല എന്ന് പറയുന്നവർക്ക് അത് പറഞ്ഞ് മുന്നോട്ട് പോകാം. പക്ഷേ ആ അനുഭവങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പൊറുതിമുട്ടുന്നവർക്ക് അതില്ല എന്ന് പറയാൻ സാധിക്കില്ല. അത് ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നു. അത് അങ്ങനെ വരുന്നവരിൽ നിന്നും ആ ദോഷത്തെ മാറ്റി വീണ്ടും അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് കടത്തിവിടാനായിട്ട് ഞങ്ങളെ പോലുള്ളവർക്ക് സാധിക്കുമ്പോൾ അത് ഉണ്ടെന്ന് പൂർണ്ണമായും ഞങ്ങളും വിശ്വസിക്കുന്നു. കാര്യം അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കാര്യം ഞങ്ങളെപ്പോലുള്ളവർ എന്തെങ്കിലും പൂജയോ മറ്റു കാര്യങ്ങളോ ചെയ്യുമ്പോൾ അത് മാറിപ്പോകേണ്ട കാര്യമില്ല. രോഗമാണെങ്കിൽ വരുത്തും കൊടുത്ത് നമുക്ക് മാറ്റാം. പക്ഷേ ദോഷമാണെങ്കിൽ അതിന് പൂജാതി കർമ്മങ്ങൾ കൂടി മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായത്തിൻ്റെ കാര്യത്തിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ബാധാദോഷം, പ്രേതങ്ങൾ. ഈ പ്രേതങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതായത് പ്രേതം വന്ന് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പ്രേതം വന്ന് കഴുത്തി പിടിക്കുമെന്നോ, നമ്മളെ കഴുത്തി പിടിച്ച് ഞെക്കുമെന്നോ, അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പ് കടിച്ചു പൊട്ടിച്ച് അതിൽ നിന്ന് രക്തം വരിച്ചു കുടിക്കുമെന്നൊക്കെയാണ് പലരുടെയും ചിന്ത. പക്ഷെ അങ്ങനെയല്ല. അതൊക്കെ ചിലവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഇല്ല എന്നല്ല, അപൂർവമായിട്ട് വരാറുണ്ട്. അതും പണ്ട് കാലങ്ങളിലൊക്കെ അതിൻ്റെ ഇങ്ങനെയുള്ള പ്രസൻസ് ഉണ്ടെന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ പ്രേതത്തിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ആരെയും കഴുത്തിനെ പിടിച്ച് ഞെക്കാനൊന്നും വരുന്നില്ല. അത് മനുഷ്യ ശരീരത്തിനെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വാധീനിച്ചിട്ട് അവരിലുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ. പക്ഷെ അത് ഒരു വ്യക്തിക്ക് മാത്രമാണ് അനുഭവപ്പെടുന്നത്. മിക്കവാറും കേസുകൾ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഒരു പ്രേതത്തിനെ ഒരു വീട്ടിലുള്ള 3-4 പേർക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് വീട്ടിലെ 1-2 പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ്. അത് ഞാനിപ്പോൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇത് സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ഒരു 18-19 വയസ്സ് വരുന്ന ഒരു പെൺകുട്ടി വിവാഹത്തിന് മുന്നാണ് അവരുടെ വീട്ടിൽ ഒരു ദിവസം അങ്ങനെ നിൽക്കുമ്പോൾ തൊട്ട് അടുത്തൊരു കുറച്ച് അല്പം കൊണ്ട് മാറി കാണാൻ പറ്റുന്ന അത്ര ദൂരമേ ഉള്ളൂ. ആ വീട്ടിലെ വേറൊരു പെൺകുട്ടി, 16 വയസ്സെന്തോ പ്രായമുള്ളൂ. ആ പെൺകുട്ടി വളരെ വിഷമത്തോടു കൂടി ഈ 16 വയസ്സുള്ള പെൺകുട്ടിയുടെ മറ്റൊരു ബന്ധുവിൻ്റെ ഒരു വീട് താഴ്ഭാഗത്ത് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവരുടെ മുറ്റത്തു കൂടിയാണ് പോകുന്നത്. അങ്ങനെ മുറ്റത്തു കൂടി വന്നപ്പോൾ ഈ 19 വയസ്സ് പ്രായം വരുന്ന 18-19 ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നു. വളരെ വിഷമത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. എന്തോ സംസാരിച്ചു. അവർ എന്തോ ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ കുട്ടി അങ്ങ് താഴേക്ക് വീട്ടിലേക്ക് അങ്ങ് പോയി. ചോദിച്ചപ്പോൾ ആ വീട്ടിൽ എന്തോ ആവശ്യത്തിന് പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ആൾ താമസമൊന്നുമില്ല, വെറുതെ കിടക്കുന്നൊരു വീടാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ നിലവിളിക്കുന്നു, ഓടി വരണമെന്നൊക്കെ വിളിക്കുന്നു. നോക്കുമ്പോഴത്തേക്ക് ഈ വീടിനുള്ളിൽ ഈ പെൺകുട്ടി മണ്ണെണ്ണ ശരീരത്തിലേക്ക് ഒഴിച്ചിട്ട് തീ കൊളുത്തി മരിക്കുകയാണ് ചെയ്തത്. മരണപ്പെട്ടു പോയി. അങ്ങനെ ആ സംഭവം അവിടെ കഴിഞ്ഞു. പക്ഷേ അതിന് ശേഷം ഈ 19 വയസ്സായ പെൺകുട്ടിയിൽ എന്തോ ഒരു സംഭവം അവളുടെ മനസ്സിൽ വളരെ ഒരു വിഷമത്തോടു കൂടിയോ അല്ലെങ്കിൽ ഇഷ്ടത്തോടു കൂടിയോ ചിന്തിക്കുന്ന വിധത്തിൽ എപ്പോഴും അതിങ്ങനെ ഓർമ്മയിൽ നിന്നു എന്നുള്ളതാണ്. കാലങ്ങൾ കഴിഞ്ഞു. അവളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് ശേഷം ഒരു മകളെ ഗർഭം ധരിക്കുന്നു. മകളാണത്. ആ പെൺകുട്ടിയെയും പ്രസവിക്കുന്നു. പ്രസവിച്ച് കഴിഞ്ഞ് ആ കുട്ടി ഒരു 10-16 വയസ്സായതിന് ശേഷം പിന്നീട് ഈ പെൺകുട്ടി എവിടെ നോക്കിയാലും ഒരു രൂപം അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്നെയാണ് ഈ പെൺകുട്ടി ഇങ്ങനെ പിന്തുടരുന്നുണ്ട്. എവിടെ പോയാലും ഉണ്ട്. രാത്രി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അടച്ചിരിക്കുന്ന ജനലാണെങ്കിൽ ജനലിൽ കൂടി നോക്കുന്നു. അവിടെ നിന്ന് കയ്യാട്ടി വിളിക്കുന്നു.
അതുപോലെ പേടിപ്പിക്കുന്ന പല കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ അവസാനം പേടിച്ചിട്ട് ഈ കുട്ടി അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ചപ്പോൾ അമ്മ വന്ന് നോക്കുമ്പോൾ അമ്മയും കാണുന്നുണ്ട്, അനിയത്തിയും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ഇത് കണ്ട് പേടിച്ച് ഈ കുട്ടിയുടെ മാനസികാവസ്ഥ തന്നെ വളരെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോയി. എല്ലാവരെയും ഉപദ്രവിക്കുന്ന അവസ്ഥയിൽ. കാര്യം ഇത് കണ്ട് എവിടെ പോയാലും ഉണ്ട്. ഒറ്റയ്ക്കിരുന്ന് പോയാൽ വീടിന് ചുറ്റിനുമുണ്ട്. ഒരു വാതിലിൽ വന്ന് എത്തി നോക്കി വിളിക്കുന്നു. അത് കണ്ട് പേടിച്ചിട്ട് മറ്റൊരു മുറിയിലേക്ക് പോകുമ്പോൾ ആ മുറിയുടെ വാതിൽ വന്ന് മുട്ടി വിളിക്കുന്നു, തട്ടി വിളിക്കുന്നു, പുറത്തുകൂടി ഓടുന്നു, പേര് വിളിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അനുഭവങ്ങൾ ഈ കുട്ടിക്കുണ്ടാകുന്നു. ഇതേ അനുഭവങ്ങൾ ഈ കുട്ടിയുടെ അമ്മയ്ക്കും ഉണ്ടാകുന്നു. അമ്മയ്ക്ക് അതിന് മുന്നേ ഒന്നും പ്രശ്നമില്ലായിരുന്നു. ഈ മകൾ കണ്ടു തുടങ്ങിയതിന് ശേഷം ഈ അമ്മയും ഇതെല്ലാം വ്യക്തമായി കാണുന്നു. അങ്ങനെ രണ്ടുപേർക്കും മാനസിക ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. അതുവഴി ഈ അമ്മയുടെ ജീവിതത്തിൽ പോലും, ദാമ്പത്യ ജീവിതത്തിൽ പോലും പ്രശ്നങ്ങളുണ്ടാകുന്നു. പിന്നെ എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടുമെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ മകളുടെ വിവാഹം കഴിഞ്ഞു. മകളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഇതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ പോയാലോ, അവർ വേറൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു. അതായത് ഓരോ സ്ഥലത്തുനിന്നും അവർ ഓടി പോവുകയാണ്. ഓരോ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുമ്പോഴത്തേക്കും ഈ സാധനം ഈ പെൺകുട്ടിയെ പിന്തുടരുന്നുണ്ട്. പക്ഷെ ഭർത്താവിന് വ്യക്തമായി അറിയാൻ പറ്റുന്നു, ഈ പെൺകുട്ടി ചില സമയങ്ങളിൽ മൊത്തത്തിൽ ആളുമാറിപ്പോവുകയാണ്. അയാൾ തന്നെ പറയുന്നുണ്ട്, നീ യഥാർത്ഥത്തിലുള്ള നിൻ്റെ ഒരു സ്വഭാവമോ നിൻ്റെ ഒരു പ്രവൃത്തിയോ നിൻ്റെ സംസാരമോ രീതികളോ ഒന്നും അല്ല എന്നുള്ള കാര്യം. അങ്ങനെ അവർക്കും പരസ്പരം ജീവിക്കാൻ പറ്റുന്നില്ല. അവരും രണ്ട് ഭാഗത്താണ്. അവർക്കൊരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല. അഥവാ ഏതെങ്കിലും ദിവസം അവർക്ക് ഒന്നിക്കാൻ വേണ്ടിയിട്ട് അവർ വീട്ടിലെത്തിയാൽ പോലും അവർക്ക് സന്തോഷമായി ഇരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി, മാനസികമായിട്ട് വിഷമിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ ഒന്നും അറിയാത്ത വിധത്തിൽ, കാര്യം ഈ അയാൾക്കുണ്ടാക്കുന്ന മാനസിക വിഷമങ്ങളും കാര്യങ്ങളൊന്നും അതൊരിക്കലും ഒരു ഭർത്താവിന് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ്. അത്രയും കഠിനമായിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നേരം വെളുക്കുമ്പോൾ ആ പെൺകുട്ടി ഇതൊന്നും അറിയുന്നില്ല. അവൾ നേരെ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അപ്പോഴാണ് ഭർത്താവ് പറയുന്നത്, നീ ഇന്നലെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചു, ഇത്രയും ക്രൂരമായി ഇടപെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഈ പെൺകുട്ടി അന്തം വിട്ട് നിൽക്കുകയാണ്. അവൾ അറിയുന്നില്ല അത്. അവൾ വളരെ വിഷമത്തോടു കൂടിയാണ് പിന്നെ അടുത്ത ദിവസം ഭർത്താവിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത് ഒരേ സമയം ഭർത്താവിന് അനുഭവപ്പെടുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഈ പെൺകുട്ടിക്കാണ്. അത് കഴിയുമ്പോൾ പെൺകുട്ടിയുടെ അമ്മയ്ക്ക്, പിന്നെ ചെറിയ രീതിയിലെങ്കിലും ഈ പെൺകുട്ടിയുടെ അനിയത്തിക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് വന്ന കേസാണ്. ഇപ്പോൾ ഞാനിത് പരിഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു അനുഭവമാണ്. പക്ഷേ ഇതിൻ്റെ പരിഹാര രീതികളും ഇത് നമ്മൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഞാനിത് കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ ഇതിനെ വളരെ പെട്ടെന്നൊന്നും നമുക്ക് ആവാഹിച്ച് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ആവാഹിച്ച് മാറ്റാൻ പറ്റും, പക്ഷേ ഇതിന് ഒരുപാട് സമയമെടുക്കും. വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യണം. കാര്യം ഇത് ഈ പ്രേതം എന്ന് പറയുമ്പോൾ ഒരു 3-4 കാറ്റഗറിയിൽ പെട്ടതുണ്ട്. ഇത് വളരെ അപകടകാരിയാണ്. അപകടകാരി എന്ന് വെച്ചാൽ ജീവിച്ചിരുന്നപ്പോൾ അതിൻ്റെ ആഗ്രഹങ്ങൾ പോലും പൂർത്തിയാക്കാതെ ജീവൻ വെടിയേണ്ടി വന്നതാണ്. അങ്ങനെ വരുന്നത് അപകടകാരി തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കുമ്പോൾ അതിനെ വളരെ തന്ത്രപൂർവ്വം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിന്, ഏത് ശരീരത്തിലാണോ അത് നിൽക്കുന്നത് ആ ശരീരത്തിന് മുറിപ്പെടുത്താനോ ആത്മഹത്യാ ടെൻഡൻസി, അതിപ്പം പറയുന്നുണ്ട്. ഞാനത് ഒഴിവാക്കാൻ തുടങ്ങുന്ന സമയത്തിനൊക്കെ തന്നെ അതിന് ആത്മഹത്യ ടെൻഡൻസി വരുന്നുണ്ട്. മരിച്ചു കളഞ്ഞാൽ മതി, ഇനി ജീവിക്കേണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം, വളരെ സാവകാശവും, വളരെ ശ്രദ്ധയോടും കൂടി മാത്രമേ ഇങ്ങനെയുള്ള കേസൊക്കെ നമുക്ക് പരിഹരിച്ച് പൂർണ്ണമായും മാറ്റാൻ സാധിക്കുകയുള്ളൂ. അത് ചിലപ്പോൾ 3-4 മാസമൊക്കെ എടുത്തു എന്നിരിക്കും. പക്ഷേ എന്തായാലും ഇപ്പം നമുക്ക് ചില സമയങ്ങളിൽ പൂർണ്ണമായും ഈ പെൺകുട്ടിയിൽ നിന്നും അതിനെ മാറ്റി നിർത്താൻ സാധിക്കുന്നുണ്ട്. 2-3 ദിവസമൊന്നും ഇതിനെ കാണാൻ പോലും പറ്റുന്നില്ല. ഇതിൻ്റെ ശബ്ദമോ ഇതിൻ്റെ നിറമോ മണമോ ഒന്നും ആ കുട്ടിക്ക് അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് വളരെ ഫ്രഷായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് വരുന്നു. വീണ്ടും അടുത്ത നടപടിയിലേക്ക് കടക്കുമ്പോൾ വീണ്ടും അത് മാറിപ്പോകുന്നൊരവസ്ഥ. ഇങ്ങനെ വളരെ ബുദ്ധിപൂർവ്വമല്ലാതെ നമുക്കിതിനെ ഒരിക്കലും മാറ്റിക്കളയാൻ സാധിക്കില്ല. അങ്ങനെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. കാരണം അത് ഞാൻ പറയാൻ കാര്യം, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് വേറൊരു ആളടുത്ത് പോയിരുന്നു മാറ്റാനായിട്ട്. അയാൾ ചെയ്തു കൊടുത്തതിന് ശേഷം ഇവർക്കത് കൂടുതൽ ബുദ്ധിമുട്ടായി.
അയാൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു ഈ പെൺകുട്ടിയും ഭർത്താവിൻ്റെയും കയ്യിൽ തന്നെ ആ സാധനം പൊതിഞ്ഞു കൊടുത്തിട്ട് കടലിൽ കൊണ്ട് കളയാൻ പറഞ്ഞു. അവർ ബൈക്കിൽ പോയി എന്തൊക്കെയോ പ്രശ്നങ്ങളോ അപകടങ്ങളോ ഒക്കെ ആയിട്ടാണ് അവർ തിരിച്ചു വന്നത്. അതിനുശേഷം പിന്നെ അവരങ്ങോട്ട് പോയില്ല. അപ്പം ഈ പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ അത് പിടിക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നല്ല, പെട്ടെന്നൊന്നും നമ്മളിലേക്ക് വരില്ല, അത് ഉറപ്പാണ്. പക്ഷെ വന്നു പോയാൽ ഇതിനെ നമ്മൾ തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം അല്ലാതെ ഒഴിവാക്കിയാൽ ഇത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ ജീവന് പോലും ഇത് ഭീഷണിയാകും. ഇതൊരു മാനസിക രോഗം പോലെയാണ് ഇത്. പക്ഷേ ഈ മാനസിക രോഗം എന്ന് പറയുമ്പോൾ ഇതൊന്നും നമുക്ക് സ്വയം അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രേതം പിടിച്ചു കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാൻ സാധിക്കില്ല. അവർ വിചാരിക്കുന്നു അവരെല്ലാം വളരെ സന്തോഷപൂർവ്വം ഭർത്താവിൻ്റെ അടുത്ത് സന്തോഷമായി ഇടപെടുന്നു, അച്ഛനോട് ഇടപെടുന്നു, അമ്മയോട് നന്നായിട്ട് ഇടപെടുന്നു, സഹോദരങ്ങളെല്ലാം നന്നായിട്ട് ഇടപഴകുന്നു എന്നുള്ളതാണ്. അഥവാ മോശമായിട്ട് എന്തെങ്കിലും ചെയ്താൽ പോലും അത് പിന്നീട് ഭയങ്കര വിഷമമാണ്. അച്ഛനും അമ്മയും ഒരുപാട് അത് വിഷമിപ്പിക്കുന്നു, അവരെ മാനസികമായിട്ട് ഒരുപാട് ശാരീരികമായിട്ട് വേദനിപ്പിക്കുന്നു, മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം വന്നിരുന്നത് കരഞ്ഞ് പറയും, എനിക്കങ്ങനെ പറ്റിപ്പോകുന്നു, എനിക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇവർ ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണുക, എന്തൊക്കെ ചെയ്തു എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് വന്നു പോയാൽ പിന്നെ നമ്മൾ സൂക്ഷിക്കണം. ഇതിനെ ഭയപ്പെടരുത്, സൂക്ഷിക്കണം. സൂക്ഷ്മതയോടുകൂടി ഇതിനെ നമ്മൾ ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നമ്മുടെ ജീവനെ പോലും അപകരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പ്രേത അനുഭവങ്ങളെന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണ്. ഉണ്ടാകുമെന്ന് പറയുന്നില്ല, സാധ്യത വളരെ കൂടുതലാണ്. കാരണം മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ മനുഷ്യനുള്ളിടത്തോളം കാലം ആത്മാക്കളുണ്ട്, പ്രേതങ്ങളുണ്ട്. അപ്പോൾ എന്താണ് പ്രേതങ്ങളെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആത്മാവ് തന്നെയാണ്. ഞാനിരിക്കുന്നു, എന്നിലൊരു ആത്മാവുണ്ട്, എൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് എൻ്റെ ഈ ശരീരത്തെ ചലിപ്പിക്കാനാണ്, അതിനെ നിലനിർത്താനാണ്. അപ്പം ആത്മാവും ശരീരവും കൂടെ ചേരുമ്പോൾ അതൊരു ജനനമാകുന്നു, അതൊരു മനുഷ്യനാകുന്നു, ഒരു മനുഷ്യൻ്റെ ജീവിതമാകുന്നു. ദേഹവും വിട്ടൊഴിയുന്ന അവസ്ഥയ്ക്ക് നമ്മൾ മരണമെന്ന് പറയുന്നു. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ശരീരത്തിൽ നിന്നും ഈ ആത്മാവ് പുറത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ്. കത്തിച്ച് കളയുന്നുണ്ട്, ചിലപ്പോൾ അത് അലിയുന്ന വിധത്തിലേക്ക് പെട്ടിയിലടക്കി അടക്കം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ശരീരത്തിന് പിന്നെ ഒരു ഊർജ്ജവുമില്ല, അത് പിന്നെ അലിഞ്ഞു തീരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ഈ ആത്മാക്കൾ എപ്പോഴാണ് മനുഷ്യന് ഉപദ്രവകാരികളായിട്ട് മാറുന്നതെന്ന് വെച്ചാൽ, ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ശുദ്ധമായ ഒരു ആത്മാവാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിതൃതർപ്പണങ്ങൾ ചെയ്യുന്നത്. അത് കൃത്യമായ വിധത്തിൽ നമ്മുടെ ആചാരങ്ങൾ അനുശാസിക്കുന്ന വിധത്തിൽ ഈ ഒരു വർഷം കൊണ്ട് നടത്തേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ തീർച്ചയായും ഈ ആത്മാവ് ഒരു നല്ല ശക്തിയായിട്ട്, ഒരു പോസിറ്റീവ് പവറായിട്ട് മാറുകയും അത് ജീവിച്ചിരുന്നപ്പോൾ ആരൊക്കെയാണോ ബന്ധുക്കൾ, ആത്മബന്ധമുള്ള അവർക്കെല്ലാവർക്കും അത് ഗുണകരമായി മാറുകയും ചെയ്യും. മറിച്ച് ഈ ആത്മാവിനെ ശുദ്ധി ചെയ്യാത്ത വിധത്തിൽ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഈ പറഞ്ഞവർക്ക് എല്ലാവർക്കും എന്നു മാത്രമല്ല കണ്ണി കാണുന്ന പലർക്കും ഇത് ദോഷകാരിയായി മാറാം. അതാണ് പ്രേതങ്ങൾ, നെഗറ്റീവുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഒരു മരണം സംഭവിച്ചാൽ വിധിപ്രകാരം അതിന് വേണ്ടിയിട്ടുള്ള ആചാര മര്യാദകൾ നടത്തി കൊടുത്താൽ തീർച്ചയായും അതുകൊണ്ട് നമുക്ക് ഗുണമേ ഉള്ളൂ. മറിച്ച് നമ്മൾ ഏതെങ്കിലും വിധത്തിൽ കാട്ടിക്കൂട്ടിയൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമുക്ക് ചുറ്റുപാടും താമസിക്കുന്നവർക്കൊക്കെ എന്നായാലും അതൊരു മുട്ടം പണിയായി തീരുക തന്നെ ചെയ്യും. അപ്പം പ്രേതാനുഭവ കഥകൾ ഒരുപാടുണ്ട്. അതിനോടൊപ്പം തന്നെ ശത്രുദോഷങ്ങൾ, കൂടപത്രം, അതുപോലുള്ള കൈവശം, ഇതെല്ലാം പരമമായ സത്യമാണ്. നമുക്കത് വിശ്വസിച്ചേ പറ്റൂ. അനുഭവങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി പറയുന്നത്. ഞാൻ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലുള്ള എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരിട്ട് ഞാൻ അവിടെ വന്നാലേ പൂർണ്ണമായും കണ്ടുപിടിച്ച് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിൻ്റെ പൂർണ്ണമായി ഞാൻ മാറ്റിത്തരികയും ചെയ്യാം. അതുപോലെ
നേരിട്ട് വന്നാലും ജ്യോതിഷം അറിയാം. നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരമാണ് വരേണ്ടത്. അങ്ങനെ വന്നാൽ നമുക്ക് നേരിട്ട് തന്നെ ജ്യോതിഷം നോക്കി മനസ്സിലാക്കുകയും ചെയ്യാം. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.